ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെബ് ഡിസൈനിങ് ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 അധ്യായങ്ങളിലായിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ മോക്കപ്പ് ഡിസൈൻ എങ്ങനെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും, പിന്നെ എന്താണ് റെസ്പോൺസീവ് ഡിസൈൻ, എന്താണ് റെസ്പോൺസീവ് ക്ലാസസ്, ബൂട്ട്സ്ട്രാപ്പിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. ഓക്കെ, അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഡിസൈനെ HTML കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ബൂട്ട്സ്ട്രാപ്പ് 4 എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൻ്റെ ഇമേജ് സ്ലൈസിംഗ് ആണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോക്കപ്പ് ഡിസൈനെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജും കാര്യങ്ങളൊക്കെ സ്ലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ബൂട്ട്സ്ട്രാപ്പ് എന്ന ഫ്രെയിംവർക്ക് ഡൗൺലോഡ് ചെയ്ത് അത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിലേക്ക് എങ്ങനെ ബൂട്ട്സ്ട്രാപ്പിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സുകൾ പരിചയപ്പെടും. അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അവ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത് ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിസൈനെ HTML കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഇമേജ് സ്ലൈസിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡിസൈനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, മൈ വെബ്സൈറ്റ് .pst എന്ന് പറയുന്ന പേരിലാണ് ഞാനൊന്ന് സേവ് ചെയ്തത്. നമുക്കത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ അന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ. ഇനി എന്താണ് ഇമേജ് സ്ലൈസിങ് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ കുറേ ഇമേജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ലോഗോ ഒരു ഇമേജാണ്, അതുപോലെ ഈ കാണുന്ന ഒരു ഹെഡർ പോർഷനിൽ കാണുന്ന ഇമേജാണ്, അതുപോലെ അവർ സർവീസസിൽ കൊടുത്തേക്കുന്ന ഇമേജസാണ് അല്ലേ, അതുപോലെ ഈ കോൺടാക്റ്റേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്ന ഒരു ഇമേജാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജുകളൊക്കെ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്ലൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നേരിട്ട് ഫയൽ സേവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫയലിൽ സേവ് ആസ് ഒക്കെ കൊടുത്ത് സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇമേജ് ഫുള്ളായിട്ട് സേവ് ആകത്തുള്ളൂ അല്ലേ, ഈ ഒരു ഫുൾ ഡിസൈൻ അങ്ങനെ തന്നെ സേവ് ആവും. പക്ഷേ സ്ലൈസ് ചെയ്തിട്ട് സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അറ്റ് എ ടൈമിൽ സേവ് ചെയ്യാൻ സാധിക്കും. അതാണ് സ്ലൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ലൈസിങ് ടൂൾ കിടക്കുന്നത് ഈ ക്രോപ്പ് ചെയ്യുന്ന ടൂളുണ്ട്, ആ ടൂളിൻ്റെ അകത്താണ് സ്ലൈസിങ് ടൂൾ കിടക്കുന്നത്. അതായത് ഇതാണ് ക്രോപ്പിൻ്റെ ടൂൾ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, അപ്പോൾ കാണാം വേറെ കുറേ ടൂൾസ് വന്നിട്ടുണ്ട് അല്ലേ. അതിനകത്ത് കുറേ ടൂൾസ് ഉണ്ട്. ക്രോപ്പ് ടൂള്, പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂള്, സ്ലൈസ് ടൂള്, സ്ലൈസ് സെലക്ട് ടൂൾ, അങ്ങനെ കുറേ ടൂൾ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് സ്ലൈസ് ടൂളാണ്. അപ്പോൾ സ്ലൈസ് ടൂൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സൂം ചെയ്യുക. നമുക്ക് ആദ്യം ക്രോപ്പ് ചെയ്യേണ്ടത് ഈ കാണുന്ന സർവീസ് സെക്ഷനാണ്, സർവീസിൻ്റെ ഇമേജസാണ്. അപ്പോൾ കറക്റ്റായിട്ട് സ്ലൈസ് ടൂൾ കൊണ്ടുപോയിട്ട് നമ്മുടെ കറക്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ സ്ലൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ഇമേജ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഈ സെയിം സൈസ് തന്നെ ആയിരിക്കണം എല്ലാ ഇമേജിനും വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോപ്പി എടുത്താൽ മതി. ഈ ഒരു സ്ലൈസിങ്ങിൻ്റെ കോപ്പി എടുക്കണമെങ്കിൽ നമ്മുടെ കീബോർഡിലെ ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, സെയിം സ്ലൈസിങ് ഇപ്പോൾ വന്നു. അങ്ങനെ എല്ലാ ഇമേജിനെയും അവിടെ കറക്റ്റായിട്ട്, അതായത് ഒരേ വിഡ്ത്തും ഹൈറ്റും വേണ്ട ഇമേജുകളുടെ അവിടെയൊക്കെ ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് മൗസ് കൊണ്ട് സെലക്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ആവും. കണ്ടില്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കീബോർഡിലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ കീസ് പ്രസ് കഴിഞ്ഞാൽ സെലക്ട് ആയി നിൽക്കുന്ന സ്ലൈസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാം സെലക്ട് ചെയ്യുക. ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാ സർവീസിൻ്റെ ഇമേജും സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 6 ഇമേജുകളും കറക്റ്റായിട്ട് സ്ലൈസ് ടൂൾ വെച്ച് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്യാനായിട്ട് ആദ്യം സ്ലൈസ് ടൂളിൽ പോവുക, ഒരു ഇമേജിനെ കറക്റ്റായിട്ട് സ്ലൈസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട ലോഗോ സ്ലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും സ്ലൈസ് ടൂൾ എടുക്കുക, ആ ലോഗോൻ്റെ പോർഷൻ മാത്രം സ്ലൈസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഹെഡർ ഇമേജ് ആണ്. അതിന് ഹെഡർ ഇമേജ് സ്ലൈസ് ചെയ്യുക. അങ്ങനെ ഹെഡർ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തു. വേണ്ടത് ഇവിടെ ഈ ഇമേജാണ് വേണ്ടത് അല്ലേ, ഫൂട്ടറുള്ള ഇമേജ് വേണം. അപ്പോൾ അതും ഇതുപോലെ ഒരു സെലക്ടർ കൊണ്ടുവച്ച് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം വീണ്ടും സ്ലൈസ് ടൂൾ എടുക്കുക, ആ പോർഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്ലൈസ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട ഇമേജുകളെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതിൻ്റെ ഇമേജസ് മാത്രം മതി, ഇതിനകത്ത് എഴുതുന്ന ടെക്സ്റ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സ്ലൈസ് ചെയ്യുമ്പോൾ അത് നമ്മൾ
HTML നമ്മൾ കോഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഓരോ ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ H1 H2 ടാഗുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കയറ്റുന്നത്. നമുക്ക് ഇമേജ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൻ്റെ ചെയ്യേണ്ട കാര്യം ലെയറൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സെലക്ട് ചെയ്യുക, ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ലെയേഴ്സിൻ്റെ അവിടെ ഈ ഒരു ഐ ഷേപ്പിലൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് കഴിഞ്ഞാൽ ആ ലെയർ ഓഫാക്കി വെക്കാൻ സാധിക്കും. ഓഫാക്കാനും ഓണാക്കാനും സാധിക്കും. ഒന്നുകിൽ ലെയർ ഓഫാക്കി വെക്കുക, അതാണ് ഒരു മെത്തേഡ് എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലെയറിനെ ബ്രിങ് ടു ഫ്രണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഏറ്റവും മേളിലെ ലെയറായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ടെക്സ്റ്റും ബട്ടണൊക്കെ ആ ലെയറിന് താഴെ പോകും. അപ്പോൾ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല, ജസ്റ്റ് ആ ഇമേജ് മാത്രമേ കാണത്തുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. അതിൽ ഇമേജ് നമ്മൾ റെക്റ്റാങ്കിളിനകത്തേക്ക് മാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിനകത്തുള്ള കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് സൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിങ് ടു ഫ്രണ്ട് ആണ്. അതായത് ഏറ്റവും ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അത് ഏറ്റവും താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് സൈഡിലെ സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് കഴിഞ്ഞാൽ ഏറ്റവും താഴെ പോകും. കണ്ടില്ലേ? അപ്പോൾ നോക്കി കാണാം, അത് ഏറ്റവും ലാസ്റ്റ് ലെയറായി മാറിയിട്ടുണ്ട്. കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് സൈഡിലെ സ്ക്വയർ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് വരും. കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് സൈഡിലെ സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ ഏറ്റവും ബാക്കിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെയറിനെ മൂവ് ടു ഫോർവേഡ് അല്ലെങ്കിൽ മൂവ് ടു ബാക്ക്വേഡ് ചെയ്യുന്നത്. അപ്പോൾ ലെയറിനെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ ജസ്റ്റ് റൈറ്റ് സൈഡിലെ സ്ക്വയർ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ലെയറിന് മേളിൽ വരും. കണ്ടില്ലേ? ലെയർ ബൈ ലെയർ ആയിട്ട് കയറി വരും. കൺട്രോൾ ഷിഫ്റ്റ് ആണെങ്കിൽ ഏറ്റവും മേളിൽ വരും. മനസ്സിലായില്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു ലെയറിന് മേളിൽ കിട്ടാൻ മതി എന്നുണ്ടെങ്കിൽ കൺട്രോൾ ജസ്റ്റ് റൈറ്റ് സൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അല്ല ഏറ്റവും മുകളിൽ വരണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് സൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഇമേജ് ഏറ്റവും മുകളിൽ വന്നു. ഇനി അതുപോലെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ലെയറാണ് ഈ താഴെ കോൺടാക്റ്റേഴ്സിൻ്റെ അവിടെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ലേ? കാരണം അതിൻ്റെ മുകളിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് മാപ്പ് ചെയ്തേക്കുന്നതിൻ്റെ റെക്റ്റാങ്കിൾ ബോക്സ് നമുക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും മുകളിൽ വരും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മൾ സ്ലൈസ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഇമേജും കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ സ്ലൈസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ അത് തന്നെ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലെയേഴ്സിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയേഴ്സ് ഹൈഡ് ചെയ്യാൻ പോവാണ്. കാരണം നമുക്ക് ഈ ലോഗോ ഒക്കെ PNG ആയിട്ട് തന്നെ വേണം. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കിടന്നു കഴിഞ്ഞാൽ ആ ലോഗോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ആ ബ്ലാക്ക് കളർ കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ ലെയർ ഹൈഡ് ചെയ്തു, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ലെയറും ഹൈഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണ്ടി സ്ലൈസ് ടൂൾ വെച്ച് സെലക്ട് ചെയ്യുന്ന ഇമേജുകൾ മാത്രമേ കാണാൻ സാധിക്കും. നമുക്ക് ചെയ്യേണ്ടത് ഇത് സേവ് ചെയ്യുന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫയലിൽ സേവ് ആസ് അല്ല യൂസ് ചെയ്യുന്നത്. കാരണം സേവ് ആസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫുൾ ഡിസൈനായിട്ടാണ് സേവ് ആകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ലൈസ് വെച്ചിരിക്കുന്ന ഓരോ ഇമേജും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സേവ് ആക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഫയലിൽ സേവ് ഫോർ വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു വിൻഡോ കാണാൻ സാധിക്കും. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കുറേ ടൂൾസ് ഉണ്ട്. ഹാൻഡ് ടൂൾ ഉണ്ട്, സ്ലൈസ് ടൂൾ ഉണ്ട്. അല്ല സ്ലൈസ് സെലക്ട് ടൂൾ എന്ന് പറഞ്ഞ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് വേണ്ട ഓരോ ഇമേജ് ഈ ലോഗോയുടെ ഫയൽ ടൈപ്പ് എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ലോഗോ ഞാൻ PNG ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലോഗോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടൈപ്പ് ഇതാണ്, ടൈപ്പ് JPG കിടക്കുന്നത്, അത് മാറ്റിയിട്ട് PNG സെറ്റ് ചെയ്തു. ഇനി ആ ലോഗോയ്ക്ക് നെയിം കൊടുക്കാനായിട്ട് ആ ലോഗോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്ഷൻ ആവും, സ്ലൈസ് ഓപ്ഷൻസ് എന്ന് പറയുന്ന വിൻഡോ ഓപ്പൺ ആവും. അവിടെ നമുക്ക് ഇവിടെ നെയിം കൊടുക്കാൻ സാധിക്കും. ഞാൻ ആ ഇമേജിന് പേര് കൊടുക്കുകയാണ് ലോഗോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ലോഗോയുടെ ഫയൽ ടൈപ്പ് PNG ആയിട്ട് സെറ്റ് ചെയ്തു, നെയിം സെറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ എല്ലാ ഇമേജും ഫയൽ ടൈപ്പും നെയിമും സെറ്റ് ചെയ്യുക. അടുത്ത ഹെഡർ ഇമേജ് ആണല്ലേ, അപ്പോൾ ഹെഡർ ഇമേജ് സെലക്ട് ചെയ്തു. അതിൻ്റെ ഫയൽ ടൈപ്പ് JPG തന്നെ മതി. അതിൻ്റെ നെയിം ഡബിൾ ക്ലിക്ക് ചെയ്തു, ഹെഡർ ഇമേജ് 1 എന്ന പേരിൽ ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ എല്ലാ ഇമേജുകളും അതുപോലെ പേര് കൊടുക്കുക. ഓക്കെ, അടുത്ത് സർവീസ് ഇമേജ് ആണ്. അപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, സർവീസ് 1 എന്ന് പേര് കൊടുത്തു, JPG സെറ്റ് ചെയ്തു. അടുത്ത സർവീസ് ഇമേജ്, എല്ലാ സർവീസ് ഇമേജിനും നെയിം കൊടുത്തു. ഇനി ഈ ഫൂട്ടർ ഇമേജ് നമുക്ക് നെയിം കൊടുക്കാം. അത് ഞാൻ കൊടുക്കുകയാണ് ഫൂട്ടർ BK. ഫൂട്ടർ ബാക്ക്ഗ്രൗണ്ടാണ്, അപ്പോൾ ഫൂട്ടർ BK സേവ് പേര് കൊടുത്തു. അതിനുശേഷം സേവ് കൊടുക്കുക. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി ഒരു ലൊക്കേഷൻ ചോദിക്കും. ഞാൻ അവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിൽ ന്യൂ ഫോൾഡർ,
ഇമേജസ് എന്ന് പറഞ്ഞ പേരിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറിനകത്ത് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഫോർമാറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഇമേജ് ഓൺലി ആണ് കൊടുക്കുന്നത്. കാരണം ഇവിടെ 2-3 ഓപ്ഷൻ കാണാം. HTML ആൻഡ് ഇമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ HTML ആയിട്ട് നമുക്ക് സേവ് ചെയ്യും. ജസ്റ്റ് ഒരു ഗ്രിഡ് സിസ്റ്റം പോലെ ടേബിളിനകത്ത് ഇമേജ് സെറ്റായിട്ട് സേവ് ചെയ്യും. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇമേജ് മാത്രം മതി. അപ്പോൾ ഇമേജ് ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം ഞാൻ സേവ് ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്ലൈസ് ചെയ്ത ഇമേജ് ഒക്കെ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കാം. വീണ്ടും ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് ഇമേജസിനകത്ത് കണ്ടില്ലേ, നമുക്ക് വേണ്ട ഇമേജുകളെല്ലാം ഇവിടെ സേവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, logo.png എന്ന പേരിൽ നമ്മുടെ ലോഗോ സേവ് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതുപോലെ ഫൂട്ടർ BK എന്ന് പറഞ്ഞ പേരിൽ ഫൂട്ടറിൻ്റെ ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഹെഡർ ഇമേജ് എന്ന പേരിൽ ഹെഡർ സേവ് ആയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഇമേജും, നമുക്ക് വേണ്ട എല്ലാ ഇമേജും നമുക്കിവിടെ നമ്മൾ കൊടുത്ത പേരിൽ സേവ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വേണ്ടത്, ഇതിൽ ആവശ്യമില്ലാത്ത കുറേ സ്ലൈസിങ് വന്നിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ സ്ലൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ വെബ്സൈറ്റിൻ്റെ ഭാഗങ്ങൾ സ്ലൈസായി വന്നിട്ടുണ്ട്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഭാഗവും സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്കുടെ സൈറ്റിൽ വേണ്ട ഇമേജുകൾ മാത്രം നമുക്ക് സേവ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ലൈസ് ടൂൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു മോക്കപ്പ് ഡിസൈനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ മാത്രം നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് സേവ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബൂട്ട്സ്ട്രാപ്പ് എന്ന ഫ്രെയിംവർക്ക് എങ്ങനെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ബൂട്ട്സ്ട്രാപ്പ് 4 എന്ന് വരുന്ന ഫ്രെയിംവർക്ക് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതായത് www.getbootstrap.com എന്നുള്ളതാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട്സ്ട്രാപ്പ് 4 എന്ന് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്നത് തന്നെ ആ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിരിക്കും. കണ്ടോ, ഇൻട്രൊഡക്ഷൻ ബൂട്ട്സ്ട്രാപ്പ്. അത് getbootstrap.com എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ് ഓപ്പണായി വരുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതുപോലെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ കാണാം. ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഫുൾ ട്യൂട്ടോറിയലിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ ട്യൂട്ടോറിയലാണ്. എന്തൊക്കെയാണ് ബൂട്ട്സ്ട്രാപ്പിലുള്ളത്, അതിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, ഏതൊക്കെയാണ് ലേഔട്ട്, എന്തൊക്കെയാണ് യൂട്ടിലിറ്റീസ്, എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്. നമ്മൾ വെബ്സൈറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ്. കാരണം ഇതൊരു ഫ്രെയിംവർക്കാണ്. ഫ്രെയിംവർക്ക് ഒരിക്കലും നമ്മൾ കാണാപ്പാഠം പഠിച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ട്യൂട്ടോറിയലിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് വിളിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ബേസിക് ഫോം അവരുടെ ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കും. നമ്മളത് എടുത്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കത് കാണാപ്പാഠം പഠിച്ച് ചെയ്യേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമോ അതുപോലെ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബൂട്ട്സ്ട്രാപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ അവിടെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. കമ്പൈൽഡ് CSS ആൻഡ് JS ഡൗൺലോഡ്, സോഴ്സ് ഫയൽ, എക്സാമ്പിൾ, അങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ കമ്പൈൽഡ് CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ CSSഉം ജാവാസ്ക്രിപ്റ്റും മാത്രം ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ എഴുതിയിട്ടുണ്ട് കമ്പൈൽഡ് ആൻഡ് മിനിഫൈഡ് CSS, കമ്പൈൽഡ് ആൻഡ് മിനിഫൈഡ് ജാവാസ്ക്രിപ്റ്റ് പ്ലഗിൻ. അത് മാത്രമായിരിക്കും ഈ ഒരു ഡൗൺലോഡ് ഉണ്ടായിരിക്കുക. അതായത് ഡോക്യുമെൻറ്റേഷനോ അല്ലെങ്കിൽ ട്യൂട്ടോറിയലോ അതുമല്ല തേർഡ് പാർട്ടി ആയിട്ട് യൂസ് ചെയ്യുക jQuery അതൊന്നും ഇതിലുണ്ടായിരിക്കില്ല. ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ JS ഫയലും അതിൻ്റെ CSS ഫയലും ആയിരിക്കും ഈ കമ്പൈൽഡ് CSS ആൻഡ് JS എന്ന് പറയുന്ന ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഡൗൺലോഡ് ഉണ്ടായിരിക്കുക. ഇനി സോഴ്സ് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പ് 4 എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ സോഴ്സ് ഫയൽ നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അടക്കം ഈ സോഴ്സ് ഫയൽസ് തൊട്ട് താഴെ കാണുന്ന ഡൗൺലോഡ് സോഴ്സ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ള എക്സാമ്പിൾസ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഡീഫോൾട്ടായിട്ട് കുറേ സെറ്റ് വെച്ചിരിക്കുന്ന കുറേ കമ്പോണൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ബേസിക് ആയിട്ട് ഒരു വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കോഡ് എടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് CSSഉം ജാവാസ്ക്രിപ്റ്റും മാത്രം മതി. നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. ബൂട്ട്സ്ട്രാപ്പിൻ്റെ കമ്പൈൽഡ് CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തു. കണ്ടില്ലേ, ഒരു സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആയിക്കണേ. 712 KB ഉള്ളൂ അതിന് സൈസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം.
എക്സ്ട്രാക്ട് ചെയ്തു. ഇതാ അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും 2 ഫോൾഡറേ ആകെയുള്ളൂ. CSS എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്, അതുപോലെ JS എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. ഓക്കെ, ഇവിടെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, bootstrap.css പിന്നെ bootstrap.min.css. അതായത് bootstrap.css ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡ്രീംവീവറിലാണ് ഇപ്പോൾ ഓപ്പൺ ആവുന്നത്. കണ്ടില്ലേ, കറക്റ്റ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് കോഡ് ചെയ്തേക്കുന്ന കുറച്ച് CSS ഫയലുകളാണ് bootstrap.css എന്ന് പറയുന്ന ഫയലിനകത്തുള്ളത്. ഞാൻ bootstrap.min.css ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, അത് ഈ സെയിം bootstrap.cssൻ്റെ തന്നെ ഒരു മിനിഫൈഡ് വേർഷനാണ്. അത് ഈ കാണുന്ന സംഗതി തന്നെ മിനിഫൈ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഒക്കെ മിനിഫൈ ചെയ്ത് സിംഗിൾ ലൈനായിട്ടെല്ലാം മിനിഫൈ ചെയ്ത് വന്നേക്കുന്ന കോഡാണ് bootstrap.min.css എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് bootstrap.min.css ആണ്. അതുപോലെ ഇതുപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിലും. ഓക്കെ, bootstrap.js ഉണ്ട്, bootstrap.min.js ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പ്രൊജക്റ്റിന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് കൺവേർഷന് വേണ്ടിയിട്ടുള്ള ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഫോക്കസ് എന്ന് പറഞ്ഞ പേരിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് വീണ്ടും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അത് CSS, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ CSSും കൊണ്ടിടുന്നത് ഈ CSS എന്ന് പറയുന്ന ഫോൾഡറിലാണ്. വീണ്ടും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അത് JS, അതായത് ജാവാസ്ക്രിപ്റ്റ് ഫയലാണ് കൊണ്ടിടാൻ വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് ഇമേജസ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ഫോൺസ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഒക്കെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ കാര്യങ്ങളായിട്ട് കൊണ്ടിടാം. നമ്മൾ ഓൾറെഡി സ്ലൈസ് ചെയ്ത് കുറേ ഇമേജ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ ഡിസൈനിൽ യൂസ് ചെയ്യുന്ന ഇമേജൊക്കെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ലൈസ് ചെയ്ത ഇമേജൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇമേജ് ഫോൾഡറിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്ക് വേണ്ട എല്ലാ ഇമേജും അവിടെ വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന CSS ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ബൂട്ട്സ്ട്രാപ്പിനകത്ത് CSSനകത്ത് bootstrap.min.css ഓപ്പൺ, അതാണ് നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് വയ്ക്കുന്നത്. അതെടുത്തു നമ്മുടെ ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി വേണ്ടത് JS ഫയലാണ്. അത് വീണ്ടും ഡൗൺലോഡ്സിൽ JSൽ പോയിട്ട് bootstrap.min.js. ഓക്കെ, അതുകൊണ്ട് പേസ്റ്റ് ചെയ്യാം. bootstrap 4ൽ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ jQuery ആവശ്യമാണ്. jQueryയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആവശ്യമാണ്. കാരണം jQuery ഒരു ബാക്ക് ബോൺ പോലെ വർക്ക് ചെയ്യുന്നുണ്ട് bootstrapനകത്ത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കോർഡിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാരോസൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ bootstrap.js.min കൂടെ തന്നെ jQueryയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആവശ്യമാണ് ഈ bootstrap 4ന്. അപ്പോൾ നമുക്ക് jQuery ഡൗൺലോഡ് ചെയ്യാം. jQuery ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് മതി. ഇപ്പോൾ കാണാം, ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് തന്നെ jQuery.com. അത് ക്ലിക്ക് ചെയ്യുക, അതാണ് jQueryയുടെ വെബ്സൈറ്റ്. അവിടെ പോയിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഈ കാണുന്നതാണ് jQueryയുടെ ലേറ്റസ്റ്റ് വേർഷൻ. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കംപ്രസ്ഡ് വേർഷനുണ്ട്, കംപ്രസ് ചെയ്യാത്ത വേർഷനൊക്കെ ഉണ്ട്. അതായത് മിനിഫൈഡ് വേർഷനും മിനിഫൈ ചെയ്യാത്ത വേർഷനും. ഓക്കെ, അപ്പോൾ ഞാൻ മിനിഫൈ ചെയ്ത വേർഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ദ കംപ്രസ്ഡ് പ്രൊഡക്ഷൻ jQuery 3.5.1 എന്ന് പറയുന്നതാണ് jQueryയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി സേവ് ചെയ്താൽ മതി. Ctrl+S അടിച്ചിട്ട് സേവ് ചെയ്യുക. നമ്മുടെ റൂട്ട് ഫോൾഡറിലേക്ക് പോട്ടെ. ഡെസ്ക്ടോപ്പിൽ ഫോക്കസിൽ JSനകത്ത് jQuery.min.js എന്ന പേരിൽ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, jQuery.min.js. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണ്ട അടിസ്ഥാനമായിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, CSSനകത്ത് നമുക്ക് വേണ്ട ബൂട്ട്സ്ട്രാപ്പ് സെറ്റ് ചെയ്തു, ഇമേജ് നമുക്ക് കൊണ്ടിട്ടു, ജാവാസ്ക്രിപ്റ്റും കൊണ്ടിട്ടു. ഇത് നമുക്ക് ഫോണ്ടാണ്. നമ്മൾ യൂസ് ചെയ്തത് ഫിറാസാൻസ് എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അത് ഗൂഗിൾ ഫോണ്ടാണ്. അപ്പോൾ നമുക്കത് നേരെ CDN വെച്ച് വിളിക്കാം, അല്ല ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് CDN എന്നുകൂടി പറയാം. അതായത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്നാണ് CDNൻ്റെ ഫുൾ നെയിം. ഇപ്പോൾ ബൂട്ട്സ്ട്രാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന് CDN അവൈലബിൾ ആണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫയലുകൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സെർവേഴ്സാണ് CDN. അപ്പോൾ അതായത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഫയലുകൾ അത് കോമൺ ആയിട്ട് പല സൈറ്റുകളിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ jQuery ഫയൽ jQuery.js നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫയലുകളൊക്കെയാണ്. അത് അല്ലെങ്കിൽ ഫോൺസിന് വേണ്ടിയിട്ടുള്ള ചില CDNകൾ, ഗൂഗിളിൻ്റെ ഫോണ്ടുകൾ, ഇതൊക്കെ CDNൽ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല പല സൈറ്റിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൗസർ അതിനെ ക്യാഷ് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ, ഇപ്പോൾ നമ്മൾ കുറേ സൈറ്റൊക്കെ കയറുമ്പോൾ ഏതെങ്കിലും സൈറ്റിൽ നമ്മൾ ഈ ബൂട്ട്സ്ട്രാപ്പിനെ CDN വിളിച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ ബ്രൗസറെ ക്യാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ അവിടെ ഈ സെയിം CDN വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് നേരിട്ട് ലോഡ് ചെയ്യും. അതാണ് CDNൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് നമുക്ക് ലോഡിംഗ് ടൈം കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഓൾറെഡി ഒരു സൈറ്റിൽ ലോഡ് നിൽക്കുന്ന സെയിം CDN വേറെ ഏതെങ്കിലും സൈറ്റിൽ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലോഡ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് വിളിച്ചേക്കുന്നത് കണ്ടില്ലേ, ഒരു stackpath.bootstrap.cdn.com/bootstrap/ അങ്ങനെ പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പല സൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രൗസറെ ക്യാഷ് ചെയ്ത് വയ്ക്കും. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും സൈറ്റിൽ ഈ സെയിം CDN വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാഷിൽ നിന്ന് ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വളരെ പെട്ടെന്ന് ലോഡ് ചെയ്യും. അതാണ് CDNൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. CDN ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലോക്കലിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നെറ്റില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ വെബ്സൈറ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കില്ല. കാരണം CDN എപ്പോഴും വർക്ക് ചെയ്യുന്നത് നെറ്റ് വഴിയാണ്, അല്ലേ? ഒരു സെർവറിൽ നിന്നാണ് നമ്മൾ CDN ഫയൽ എടുക്കുന്നത്. അപ്പോൾ നെറ്റില്ല എന്നുണ്ടെങ്കിൽ CDN വർക്ക് ചെയ്യില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ നേരെ ലൈവിലേക്കാണ് ഇടാൻ പോകുന്നത്. ലൈവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും CDN വെച്ച് വിളിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. നമുക്ക് അത്രയും ഫയൽ സൈസ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ വെബ്സൈറ്റ് ഈസി ആയിട്ട് ലോഡ് ചെയ്യാനൊക്കെയായിട്ട് CDN നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഡൗൺലോഡ് ചെയ്തു, അതുപോലെ jQuery ഡൗൺലോഡ് ചെയ്തു. അത് നമുക്ക് വേണ്ട പ്രൊജക്റ്റിൻ്റെ ഒരു ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഫയലുകളും അതുപോലെ സ്ക്രിപ്റ്റും CSSഉം എല്ലാം നമ്മൾ കൊണ്ടിട്ടു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബൂട്ട്സ്ട്രാപ്പിൽ അത്യാവശ്യം യൂസ് ചെയ്യേണ്ട ചില ക്ലാസ്സുകളൊക്കെയാണ് പറയാൻ പോകുന്നത്. കാരണം അത് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ബൂട്ട്സ്ട്രാപ്പിന് ഡീഫോൾട്ട് സെറ്റിങ്സ് കുറേ സെറ്റിങ്സ് ഉണ്ട്. അതിൽ ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട ചില സെറ്റിങ്സ് ആണ് പറയുന്നത്. ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഡീഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 16 പിക്സൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു പീറ്റാഗൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ ഡീഫോൾട്ടായിട്ട് വരുന്ന ഫോണ്ട് സൈസ് 16 പിക്സൽ ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വരുന്നത്. അതുപോലെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ഡീഫോൾട്ട് ലൈൻ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. അതുപോലെ ബൂട്ട്സ്ട്രാപ്പിൽ യൂസ് ചെയ്യുന്ന ഡീഫോൾട്ട് ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത് ഹെൽവെറ്റിക്ക ന്യൂ എന്ന് പറയുന്ന ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വേറെ ഫോണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു CSS എഴുതിയിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട ഫോണ്ട് വിളിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഡീഫോൾട്ട് സെറ്റിങ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ചില ബേസിക് ക്ലാസ്സുകളാണ്. ആദ്യമായി കളർ ക്ലാസ്സുകളാണ് പറയാൻ പോകുന്നത്. ബൂട്ട്സ്ട്രാപ്പിന് ടെക്സ്റ്റിൻ്റെ കളറൊക്കെ നമുക്ക് ഡീഫോൾട്ട് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സാണ് ഈ കാണുന്നത്. text-primary, text-secondary, text-success. ഈ കാണുന്നതൊക്കെയാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ്സുകൾ. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ ബൂട്ട്സ്ട്രാപ്പും jQuery ഒക്കെ CDN വെച്ചാണ് വിളിച്ചേക്കുന്നത്. അതാണ് ഈ കാണുന്നത്. P ടാഗിനകത്ത് ജസ്റ്റ് ക്ലാസ് ഈക്വൽ ടു ടെക്സ്റ്റ് മ്യൂട്ടഡ് എന്ന് കൊടുത്തു. അതുപോലെ P ക്ലാസ്സിനകത്ത് ടെക്സ്റ്റ് പ്രൈമറി തന്നെ കൊടുത്തു. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുത്തു നോക്കാം, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്, കണ്ടില്ലേ? text-muted എന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയി, ഒരു ഡൾ കളർ വന്നു. ഇത് ടെക്സ്റ്റ് പ്രൈമറി ആണ്, കണ്ടില്ലേ? ടെക്സ്റ്റ് സക്സസ് എന്ന് കളർ കൊടുത്തപ്പോൾ ഗ്രീൻ കളർ വന്നു. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് ഇൻഫോ കൊടുത്തപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളർ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പിനെ ക്ലാസ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഏതാണ് ക്ലാസ് വിളിക്കേണ്ടത് അത് ക്ലാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ ബട്ടണിൽ ക്ലാസ് വിളിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ബൂട്ട്സ്ട്രാപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഇതുപോലെ പറയാൻ പോകുന്നത് ബൂട്ട്സ്ട്രാപ്പിന് ബോർഡർ ക്ലാസ്സുകളാണ്. ബോർഡർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ബോർഡർ വരും, പിന്നെ ഉള്ളത് അതിൻ്റെ കളർ സെറ്റ് ചെയ്യുന്ന ക്ലാസ്സാണ്. ബോർഡർ പ്രൈമറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഔട്ട്ലൈൻ വെച്ചിട്ടുള്ള ഒരു ബോക്സ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തിന് ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോർഡർ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്താൽ മതി.
പിന്നെ അതിന് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബോർഡർ ഹൈഫൺ ഇത് പറഞ്ഞ പ്രൈമറി, സെക്കൻഡറി, സക്സസ്, അതൊക്കെയാണ് നമ്മുടെ കളർ ക്ലാസ്സുകൾ. അപ്പോൾ ബോർഡർ ഹൈഫൺ ഏതാണ് കളർ, ആ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോർഡറിന് ഒരു കളർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത എക്സാമ്പിളിൽ തന്നെ ഈ ഒരു പി ക്ലാസ്സിന് ഫസ്റ്റ് വന്ന ടെക്സ്റ്റ് മ്യൂട്ടറിൻ്റെ കൂടെ ഞാൻ കൊടുക്കുകയാണ് ബോർഡർ സ്പേസ് ബോർഡർ പ്രൈമറി. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഞാൻ സേവ് ചെയ്തു, ഒരു ഔട്ട്പുട്ട് എടുത്ത് നോക്കാം. കണ്ടില്ലേ, ആ പി ടാഗിന് ഞാൻ ബോർഡറും കൊടുത്തു, ബോർഡർ പ്രൈമറിയും കൊടുത്തു. ഇപ്പം സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പി ടാഗിന് ഒരു ബോർഡർ വന്നു, ആ ബോർഡറിന് പ്രൈമറി കളർ വന്നു, അതായത് നമ്മുടെ ആ ബ്ലൂ കളർ സെറ്റായി. ഇനി ഞാനത് മാറ്റിയിട്ട് പ്രൈമറി മാറ്റി സക്സസ് കൊടുത്ത് നോക്കിയാൽ എന്താ സംഭവിക്കുക, അതൊരു ഗ്രീൻ കളറായി മാറും. അപ്പോൾ ഇതാണ് ബോർഡർ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് ക്ലാസ്സുകളാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും എലമെൻറ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ടാഗിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഡീഫോൾട്ടായിട്ട് കുറേ ക്ലാസ്സുകൾ ബൂട്ട്സ്ട്രാപ്പിൽ അവൈലബിൾ ആണ്. അതാണ് ബി ജി പ്രൈമറി, ബി ജി സെക്കൻഡറി, ബി ജി സക്സസ്. അങ്ങനെ ഈ പ്രൈമറി, സെക്കൻഡറി, സക്സസ്, ഡേഞ്ചർ, വാർണിംഗ്, ഇൻഫോ, അതൊക്കെയാണ് ക്ലാസ്സുകൾ, നമുക്ക് കളർ ക്ലാസ്സുകൾ. അതിൻ്റെ തൊട്ട് മുമ്പിൽ ബി ജി ഹൈഫൻ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും, ടെക്സ്റ്റ് ഹൈഫൻ ഇട്ട് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ആവും, ബോർഡർ ഹൈഫൻ ഇട്ട് കഴിഞ്ഞാൽ ബോർഡറിൻ്റെ കളർ ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത എക്സാമ്പിളിൽ തന്നെ ആ മ്യൂട്ടഡ് ക്ലാസ്സിൻ്റെ കൂടെ ഞാൻ കൊടുക്കുകയാണ് ബി ജി ഹൈഫൺ സക്സസ് എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ആ ഒരു പി ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനായി മാറി. അപ്പോൾ ഇതാണ് ബൂട്ട്സ്ട്രാപ്പ് 4ൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ക്ലാസ്സുകളാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഹൈഫൺ നൺ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് നമുക്ക് എല്ലാ വ്യൂവിലും ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളെടുത്ത സെയിം എക്സാമ്പിളിൽ ഞാൻ കൊടുക്കുകയാണ് ഈ ബി ജി വാർണിംഗ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണ്ടതാണല്ലോ, കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതിൽ ഞാൻ കൊടുക്കുകയാണ് ഡി ഹൈഫൺ നൺ എന്ന് കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഡിസ്പ്ലേ നണ്ണായിപ്പോയി. ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് ഡി ഹൈഫൺ നൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ തന്നെ റെസ്പോൺസീവ് ക്ലാസ്സുകളാണ് താഴെ കാണുന്നത്. അതായത് എക്സസ് ഡിവൈസുകൾ, അതായത് എക്സ്ട്രാ സ്മോൾ ആയിട്ട് ഡിവൈസുകൾ മാത്രം ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡി ഹൈഫൺ നൺ സ്പേസ് ഡി ഹൈഫൺ എസ് എം ഹൈഫൺ ബ്ലോക്ക്. ഓക്കെ, ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം. അതായത് ഡി നൺ എന്ന് വർക്ക് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസിനും ഹൈഡായി പോകും. ഓക്കെ, അതിനുശേഷം ഡി ഹൈഫൺ എസ് എം ഹൈഫൺ ബ്ലോക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ ഡിവൈസുകൾക്ക് മുകളിലേക്കുള്ള ഡിവൈസുകളിലൊക്കെ ഡിസ്പ്ലേ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് താഴേക്കുള്ള ഡിവൈസ് ഏതാണ്? എക്സസ് ആണ് അല്ലേ, അപ്പോൾ എക്സസ്സിൽ ഹൈഡായി പോകും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഹൈഡ് ഓൺലി ഓൺ എസ് എം, അതായത് സ്മോൾ ഡിവൈസുകൾ മാത്രം ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഡി എസ് എം നൺ, അതായത് എസ് എം ഡിവൈസിൽ മാത്രം നൺ ചെയ്യാം. പിന്നെ ഡി എം ഡി ബ്ലോക്ക്, അതായത് എസ് എം കഴിഞ്ഞ് അടുത്ത് വരുന്നത് മീഡിയം ഡിവൈസാണ്. അപ്പോൾ മീഡിയം ഡിവൈസ് ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയമിലും ലാർജിലും എക്സ്ട്രാ ലാർജിലൊക്കെ ഡിസ്പ്ലേ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, ഡിസ്പ്ലേ അതായത് കാണാൻ സാധിക്കും. ഡി എസ് എം നൺ കൊടുക്കുമ്പോൾ എസ് എമ്മിൽ മാത്രം ഹൈഡായി പോവും, അതിൻ്റെ മുകളിലൊക്കെയുള്ള എല്ലാത്തിലും വിസിബിൾ ആയിരിക്കും. അതാണ് സ്മോൾ ഡിവൈസിൽ മാത്രം ഹൈഡ് ചെയ്യേണ്ട കോഡ്. അതുപോലെ തന്നെ ബാക്കിയല്ല. അപ്പോൾ ഇങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഹിഡൻ ക്ലാസ്സുകൾ വർക്ക് ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ ലാർജിൽ മാത്രം നൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഡി എക്സ് എൽ നൺ, കാരണം അതിൻ്റെ മുകളിലേക്ക് വേറെ ഡിവൈസ് ഒന്നും നമുക്ക് കൊടുത്തിട്ടില്ല, ബൂട്ട്സ്ട്രാപ്പിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ മാത്രം ഹൈഡാവും, ബാക്കിയുള്ളതെല്ലാം ഷോ ആയിരിക്കും. ഹൈഡായിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെൻറ്റിനെ ഷോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് ഡി ഹൈഫൺ ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ കണ്ടു അല്ലേ, ഡി ഹൈഫൺ എസ് എം ഹൈഫൺ ബ്ലോക്ക് നമ്മൾ കണ്ടതാണ്. അതായത് ഡിസ്പ്ലേ നണ്ണായിട്ടുള്ള എലമെൻറ്റുകളെ ഷോ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഡി ഹൈഫൺ ബ്ലോക്ക് എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മുകളിൽ കണ്ട ഹൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അതുപോലെ വിസിബിൾ ആക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സാണ് താഴെ കാണുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡിലാണ് ബൂട്ട്സ്ട്രാപ്പ് 4-നകത്ത് ഹിഡൻ ക്ലാസ്സുകൾ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡിസൈൻ കൺവേർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലോട്ടിൻ്റെ ക്ലാസ്സുകളാണ്. അതായത് ഒരു എലമെൻറ്റിനെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഫ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്താൽ മതി. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത ക്ലാസ്സിൻ്റെ കൂടെ കൊടുക്കുകയാണ് ഫ്ലോട്ട്
റൈറ്റ് കൊടുത്തു വയ്ക്കും. ഇനി ഞാൻ ഔട്ട്പുട്ട് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ അത് കണ്ടില്ലേ, ആ ടെക്സ്റ്റ് റൈറ്റിലേക്ക് ഫ്ലോട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുത്ത് നോക്കാം. ഫ്ലോട്ട് ലെഫ്റ്റ് എന്ത് സംഭവിക്കാൻ നോക്കാം. കണ്ടില്ലേ, ലെഫ്റ്റിലേക്ക് ഫ്ലോട്ട് ആയിട്ടുണ്ട്. ലെഫ്റ്റോ റൈറ്റോ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് ക്ലാസ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 3 ഉള്ളത്. ഫ്ലോട്ട് ലെഫ്റ്റ്, ഫ്ലോട്ട് റൈറ്റ്, പിന്നെ ഫ്ലോട്ട് നൺ. അത് കൂടാതെ ഫ്ലോട്ടിൻ്റെ കുറേ റെസ്പോൺസീവ് ക്ലാസ്സുകളുണ്ട്. അതായത് ഫ്ലോട്ട് SM ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഡിവൈസുകളിൽ മാത്രം ഫ്ലോട്ട് ആവാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പി ടാഗ് ചെറിയ ഡിവൈസ് എടുക്കാൻ മാത്രം ലെഫ്റ്റിലേക്ക് ഫ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് -SM- ലെഫ്റ്റ് കൊടുത്താൽ മതി. അതുപോലെ ഫ്ലോട്ട് SM റൈറ്റ്, ഫ്ലോട്ട് SM നൺ, ഈ ക്ലാസ്സുകൾ എല്ലാ ഡിവൈസുകളിലും അവൈലബിൾ ആണ്. ഓക്കെ, ഫ്ലോട്ട് LG ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലാർജ് ഡിവൈസുകൾ മാത്രം ഫ്ലോട്ട് ലെഫ്റ്റ് ആയിരിക്കും. അതുപോലെ ഫ്ലോട്ട് LG റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലാർജ് ഡിവൈസ് എടുക്കാൻ മാത്രം ഫ്ലോട്ട് റൈറ്റിലായിരിക്കും. അല്ലാത്തപ്പോൾ ഒക്കെ ഏതാണ് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്ലോട്ട് ക്ലാസ്സുകളുടെ റെസ്പോൺസീവ് ക്ലാസ്സുകളും അതിന് ഡീഫോൾട്ട് ക്ലാസ്സുകളാണ് ഈ കാണുന്നത്. അതുപോലെ ഷാഡോ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു എലമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ടാഗുകൾക്കൊക്കെ ഷാഡോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ടാഗുകളാണ് ഷാഡോ ക്ലാസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 4 ക്ലാസ്സാണുള്ളത്. ഒന്ന് ഷാഡോ നൺ, അതായത് ഷാഡോ ഇല്ലാതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഷാഡോ നൺ. പിന്നെ ഷാഡോ SM ഉണ്ട്, അതായത് ചെറിയ ഷാഡോ വരുത്താൻ വേണ്ടിയാണ് SM യൂസ് ചെയ്യുന്നത്. പിന്നെ ഡോട്ട് ഷാഡോ എന്ന് പറയുന്ന ക്ലാസ് റെഗുലർ ഷാഡോ, അതായത് ഒരു തീരെ ചെറുതല്ല, ഒരു മീഡിയം ലെവൽ ഷാഡോ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഷാഡോ LG, അത് ലാർജ് ഷാഡോ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ്, ഷാഡോ എന്ന് കൊടുത്തു, ജസ്റ്റ് ഷാഡോ കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഈ കാണാം ഒരു ചെറിയ ഷാഡോ വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഞാൻ ഷാഡോ LG കൊടുത്തു നോക്കാം, എന്ത് സംഭവിക്കാൻ നോക്കാം. ഷാഡോ LG എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്തു, അല്ലേ, കുറച്ച് ലാർജ് ഷാഡോ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഷാഡോ ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വിഡ്ത്ത് ക്ലാസ് ആണ്. അതായത് ഡോട്ട് W-25 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു എലമെൻറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 25% ആയിരിക്കും. ഓക്കെ, W50 എന്ന് പറയുന്നത് 50% ആയിരിക്കും, 75 എന്ന് പറയുന്നത് 75%, 100 എന്ന് പറയുന്നത് 100%, ഓട്ടോ എന്ന് പറയുന്നത് W-ഓട്ടോ എന്ന് പറയുന്നത് ഓട്ടോ ആയിരിക്കും, വിഡ്ത്ത് ഓട്ടോ ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. W50 കൊടുത്തു വയ്ക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഇത് 100% ആണ്, കണ്ടോ, ഇപ്പോൾ 50% ആയി മാറി. അപ്പോൾ ഞാൻ പിന്നെയും 25 കൊടുക്കുകയാണ്. ഔട്ട്പുട്ട് നോക്കാം, 25% ആയി മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിഡ്ത്ത് ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ D25, D50, D75, D100, D ഓട്ടോ, ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മൾ ഇവിടെ ബൂട്ട്സ്ട്രാപ്പിൽ സെറ്റ് വെച്ചേക്കുന്ന വിഡ്ത്ത് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അടുത്തത് അലൈൻമെൻറ്റ് ക്ലാസ്സുകളാണ്. അതായത് ഒരു ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് അലൈൻമെൻറ്റ് ക്ലാസ്സുകൾ. ബൂട്ട്സ്ട്രാപ്പിൽ യൂസ് ചെയ്യുന്ന അലൈൻമെൻറ്റ് ക്ലാസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ലെഫ്റ്റ്, അത് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ടെക്സ്റ്റ് സെൻറ്ററിൽ അലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ടെക്സ്റ്റ് റൈറ്റിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ടെക്സ്റ്റ് ജസ്റ്റിഫൈ ഉണ്ട്, അത് ജസ്റ്റിഫൈ ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ റെസ്പോൺസീവ് ക്ലാസ്സുകളാണ് ടെക്സ്റ്റ് -SM-ലെഫ്റ്റ്, അതായത് സ്മോൾ ഡിവൈസിൽ മാത്രം ലെഫ്റ്റ് അലൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ടെക്സ്റ്റ് -MD-ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഡിവൈസുകളിൽ മാത്രം ലെഫ്റ്റ് അലൈൻ ചെയ്യുന്നു. ടെക്സ്റ്റ് -LG-ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഡിവൈസുകളിൽ മാത്രം ലെഫ്റ്റ് അലൈൻ ചെയ്യുന്നു. ഇത് എല്ലാ അലൈൻമെൻറ്റും ഈ എല്ലാ ക്ലാസ്സുകളിലും എല്ലാം റെസ്പോൺസീവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്തു പോകാം. അടുത്തത് ബട്ടൺ ക്ലാസ്സുകളാണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട്സ്ട്രാപ്പിൽ ബേസിക്കായിട്ട് 9 ബട്ടൺ ക്ലാസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഇങ്ങനെയാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയാം. ബട്ടൺ ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ ക്ലാസ് ഈക്വൽ ടു BTN, അതായത് ബട്ടൺ ക്ലാസ്സുകൾക്കുടെ പേരൻറ്റ് ക്ലാസ്സാണ് BTN എന്ന് വെച്ച് കഴിഞ്ഞാൽ BTN സ്പേസ് ഏതാണ് കളർ വേണ്ടത് ആ കളറും ആഡ് ചെയ്യുക. ഓക്കെ, BTN സ്പേസ് BTN-primary എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറിലുള്ള ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ BTN സ്പേസ് BTN സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറിലുള്ള ബട്ടൺ ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ BTN എന്ന് പറയുന്ന ക്ലാസ് നിർബന്ധമായിട്ടും വേണം. പിന്നെ ഏത് കളറാണ് വേണ്ടത് ആ കളറും കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ലിങ്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ, ബട്ടൺ വേണ്ട ജസ്റ്റ് ലിങ്ക് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ BTN സ്പേസ് BTN-link എന്ന് കൊടുത്താൽ മാത്രം മതി. ഇതാണ് ബൂട്ട്സ്ട്രാപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ബട്ടൺ ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു പോകുമ്പോൾ ചെയ്യുന്നുണ്ട്.
പിന്നെ ബൂസ്ട്രാപ്പ് 4 മാത്രം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ ബട്ടൺ ക്ലാസ്സുകളുണ്ട്. അതായത് ബൂസ്ട്രാപ്പ് 3 ഇത് അവൈലബിൾ ആയിരുന്നില്ല. ബൂസ്ട്രാപ്പ് 4 വന്ന ഒരു ബട്ടൺ ക്ലാസ്സുകളാണ് ഔട്ട്ലൈൻ ബട്ടൺ ക്ലാസ്സസ്. അതായത് ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടുള്ള ബട്ടൺ ക്ലാസ്സുകളാണ് അല്ലേ, കളർ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തേക്കുന്നതാണ്. പക്ഷേ ഔട്ട്ലൈൻ ബട്ടൺ ക്ലാസ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ഉണ്ടായിരിക്കുള്ളൂ. അത് ഇങ്ങനെയാണ് വിളിക്കുന്നത് BTN, അതായത് ബട്ടണിൻ്റെ പേരൻറ് ക്ലാസ് സ്പേസ് BTN ഹൈഫൺ ഔട്ട്ലൈൻ ഹൈഫൺ പ്രൈമറി. ഓക്കെ, നമ്മൾ ആ തൊട്ട് മുന്നേ വിളിച്ചത് BTN ഹൈഫൺ പ്രൈമറി എന്നായിരുന്നു. ഇടയ്ക്കൊരു ഔട്ട്ലൈൻ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഉള്ള ബട്ടൺ വരും. ഓക്കെ, BTN ഔട്ട്ലൈൻ സക്സസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഗ്രീൻ കളറിലുള്ള ഔട്ട്ലൈനും ഗ്രീൻ കളറിലുള്ള ടെക്സ്റ്റും ഉള്ള ഒരു ബട്ടൺ ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബൂസ്ട്രാപ്പിൽ ഔട്ട്ലൈൻ ക്ലാസ് ഉള്ള ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സെയിം കളർ ക്ലാസ്സുകൾ തന്നെയായിരിക്കും എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ആകുമ്പോൾ ടെക്സ്റ്റ് ഹൈഫൺ ആ കളർ ക്ലാസ് വരും, ബോർഡർ ആകുമ്പോൾ ബോർഡർ ഹൈഫൺ കളർ ക്ലാസ് വരും. ഓക്കെ, അതുപോലെ ബട്ടൺ ആകുമ്പോൾ ബട്ടൺ ഹൈഫൺ കളർ ക്ലാസ് വരും. അങ്ങനെ അപ്പോൾ ഈ കളറിൻ്റെ ക്ലാസ്സുകൾ മാത്രം ഓരോ കളർ ക്ലാസ്സിലും ഏത് കളറായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ബൂസ്ട്രാപ്പിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇനിയും ഒട്ടനവധി ക്ലാസ്സുകൾ ബൂസ്ട്രാപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി വരുന്നതൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വെബ്സൈറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു പോകാം. ഇത്രയും ഏത് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു പ്രൊജക്റ്റിൽ നമുക്ക് വേണ്ട ക്ലാസ്സുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിനി ചെയ്യുമ്പോൾ ചെയ്തു പോകാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ബൂസ്ട്രാപ്പ് 4 വെച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം.